express your love, express your gratitude, express your joy unto the Lord. അത്തുപാടി ഞാൻ ആനന്ദത്തോടെ കീർത്തനം ചെയ്തെന്നും വാഴ്ത്തുമേശുവേ. ഇത്ര നല്ല രക്ഷകൻ വേറെയിൽ ലൂഴിയിൽ ഹല്ലേലൂയ പാടും ഞാൻ. ഇത്ര നല്ല രക്ഷകൻ വേറെയിൽ ലൂഴിയിൽ ഹല്ലേലൂയ പാടും ഞാൻ. ഇന്ന് പകൽക്കാലം സർവശക്തനായ ദൈവം നിങ്ങൾക്ക് എന്താണോ ചെയ്തു തരേണ്ടത് അത് ചെയ്തു തരാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. നിങ്ങളുടെ വലത്തെ കരം നിങ്ങളുടെ നെഞ്ചോട് വെച്ചുകൊണ്ട് കർത്താവിനോട് പറഞ്ഞാട്ടെ, കർത്താവേ, ഇന്ന് പകൽക്കാലം നീ എനിക്ക് വേണ്ടി ഇന്നത് ചെയ്തു തരണം. നിങ്ങളെ ഭാരപ്പെടുത്തുന്ന ആ വിഷയങ്ങൾ, നിങ്ങളെ നൊമ്പരപ്പെടുത്തുന്ന ആ വിഷയങ്ങൾ മാത്രം കർത്താവിനോട് കൊടുത്തുകൊണ്ട് പറഞ്ഞാട്ടെ, കർത്താവേ, ഇന്ന് പകൽക്കാലം നീ എൻ്റെ ജീവിതത്തിൽ പ്രവർത്തിക്കണം. ഞാൻ പ്രാർത്ഥിച്ചിട്ടാണ് വന്നിട്ടുള്ളത്. ആയതുകൊണ്ട് ഇന്ന് പകൽക്കാലം നിങ്ങൾ എന്ത് പ്രാർത്ഥിക്കുന്നുവോ അത് നിങ്ങൾക്ക് ലഭിച്ചിരിക്കും. ഒരു സൗഖ്യമാണ് വേണ്ടതെങ്കിൽ എൻ്റെ കർത്താവേ, ഇന്ന് പകൽക്കാലം എന്നെ ഒന്ന് സൗഖ്യമാക്കണമേ എന്ന് പറഞ്ഞാട്ടെ. താങ്ക് യു ലോർഡ്. കർത്താവ് നിങ്ങളെ സൗഖ്യമാക്കും. കർത്താവ് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരും. നിങ്ങളൊരിക്കലും സംശയിക്കുന്നവരായിരിക്കരുത്, വിശ്വസിക്കുന്നവരായിരിക്കണം. നമ്മൾ വായി തുറന്നൊരു കാര്യം പറഞ്ഞാൽ അത് ദൈവം ചെയ്തിരിക്കും. ഓക്കെ, നമ്മളെല്ലാം ദൈവമക്കളായതുകൊണ്ട് നമ്മൾ വായി തുറന്ന് പറയുന്നത് ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആയിരിക്കുന്നവരായിരിക്കും. ഓക്കെ, താങ്ക് യു ലോർഡ്. ഇന്ന് ഞാൻ സംസാരിക്കാൻ, അല്ലെങ്കിൽ വാട്ട് ഐ എം ഗോയിങ് ടു ടീച്ച് ഇസ് ഓൾ തിങ്സ്. പറഞ്ഞാട്ടെ, ഓൾ തിങ്സ്, ALLTHINGS, സകലതും. ഓക്കെ, ഓൾ തിങ്സ്. നമ്മൾ ക്രിസ്ത്യാനികൾ വെളിപ്പാടുള്ളവരായിരിക്കണം. നിങ്ങൾ വേദപുസ്തകം വായിക്കുന്നവരല്ല, വേദപുസ്തകം വായിക്കുകയും ധ്യാനിക്കുകയും അതിൽ നിന്ന് എന്തെങ്കിലും കണ്ടുപിടുത്തങ്ങൾ നടത്തുന്നവരായിരിക്കണം. For whoso findeth me findeth life and obtains the favor of the Lord. എന്നെ കണ്ടെത്തുന്നവൻ ജീവനെ കണ്ടെത്തുന്നു, അവൻ യഹോവയുടെ കടാക്ഷം പ്രാപിക്കുന്നു. അപ്പോൾ എന്തെങ്കിലും ഒരു കണ്ടെത്തൽ, യു ഷുഡ് ഫൈൻഡ് സംതിങ്, യു ഷുഡ് ഗെറ്റ് സംതിങ് ഫ്രം ദ ബൈബിൾ വെൻ യു റീഡ് ദാറ്റ്. മറ്റുള്ളവരെ പോലെ വെറുതെ വായിക്കുന്നവരും ആചാരപ്രകാരം വായിക്കുന്നവരും ആയിരിക്കരുത്. നിങ്ങൾ വായിക്കുന്നെങ്കിൽ വായിക്കുന്നതിൽ എന്തെങ്കിലും ഗ്രഹിച്ചിരിക്കണം. ഒരിക്കൽ ഞാൻ ഒരിടത്ത് ഇങ്ങനെ ഒരു പുസ്തകം വായിച്ചു. കാട്ടുപോത്തിൻ്റെ കൊമ്പ് പോലെ നിൻ്റെ കൊമ്പിനെ ഞാൻ ഉയർത്തും. കാട്ടുപോത്തിനൊരു സ്പെഷ്യാലിറ്റി ഉണ്ടെന്ന് ആ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് കണ്ടു. ആ കാട്ടുപോത്ത് വളരെ പതുക്കെ നടക്കത്തുള്ളൂ. കാട്ടുപോത്ത് നടന്ന് പതുക്കെ നടന്ന് ഏതെങ്കിലും ഒരു സ്ഥലം എത്തുമ്പോൾ അത് നിൽക്കും. എന്നിട്ട് അതിൻ്റെ കൊമ്പ് കൊണ്ട് ആ മണ്ണ് മാറ്റി അതിനകത്തുനിന്നൊരു കിഴങ്ങെടുക്കുമെന്നാണ് പറയുന്നത്. അത് മണപ്പിച്ച് നടന്നിട്ട് ആ കിഴങ്ങെടുത്ത് കഴിക്കും. അതുപോലെ ആയിരിക്കണം ദൈവമക്കൾ. നമ്മൾ ദൈവവചനം വായിക്കുമ്പോഴും അതിനകത്ത് ഏതെങ്കിലും ഒരു സ്ഥലത്തെത്തി നമ്മൾ നിർത്തി അതിനെ വായിച്ച് ധ്യാനിച്ച് പോകുന്നവരായിരിക്കണം. So that will be in your spirit. What is in your spirit will automatically work. നിങ്ങൾ ഉറക്കത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ പോലും നിങ്ങളുടെ ആത്മാവിലുള്ളത് ഓട്ടോമാറ്റിക്കായിട്ട് വർക്ക് ചെയ്യും. Your spirit is designed to produce what is sown into it. A 30, 60, 100-fold of what is there in your spirit. നിങ്ങളുടെ ആത്മാവിൽ സൗഖ്യത്തിൻ്റെ വചനമാണ് നിങ്ങൾ എപ്പോഴും ധ്യാനിച്ചു കൊണ്ടിരിക്കുന്നെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഹീലിംഗ് വിൽ ടേക്ക് പ്ലേസ് ഇൻ യുവർ ബോഡി. താങ്ക് യു ലോർഡ്. അപ്പോൾ ക്രിസ്തീയ ജീവിതം, ഒന്ന്, ഇറ്റ്സ് എ ലൈഫ് ഓഫ് റെവലേഷൻ. രണ്ട്, ഇറ്റ്സ് എ ലൈഫ് ഓഫ് കൺഫെഷൻ. ബ്രദർ പറഞ്ഞു പാടിക്കൊണ്ടിരിക്കുമ്പോൾ വി ആർ സിംഗിങ്. ഓക്കെ, നമ്മൾ പാടുന്നതും ഒരു പ്രാർത്ഥനയാണ്. നമ്മുടെ ഏറ്റുപറച്ചിലും ഇറ്റ് ഗെറ്റ്സ് ഇൻ ടു അവർ സ്പിരിറ്റ്. ഓക്കെ, ക്രിസ്തീയ ജീവിതം വെളിപ്പാടിൻ്റെ ജീവിതം, ക്രിസ്തീയ ജീവിതം അത് ഏറ്റുപറച്ചിലിൻ്റെ ജീവിതം. അപ്പോൾ വേദപുസ്തകത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, മറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ യഹോവയ്ക്കുള്ളവ, എന്നാൽ അത് വെളിപ്പെടുത്തി തരുമ്പോൾ നമുക്കും നമ്മുടെ മക്കൾക്കുമുള്ളത്. the secret things belong to the Lord of God, and those things which are revealed belong to us and the children forever to obey it. അപ്പോൾ ഇന്ന് പകൽക്കാലം സർവശക്തനായ ദൈവം പറയുക ചെയ്യുന്നത്, you are my special people, and what I am going to do is I am going to reveal certain things to you in your Christian life as you progress. നിങ്ങൾ മുമ്പോട്ട് പോകുമ്പം ദൈവം നിങ്ങൾക്ക് പലതും വെളിപ്പെടുത്തി തരുവാൻ പോകുന്നു. ഇതുവരെയുള്ള ക്രിസ്തീയ ജീവിതത്തെ നിങ്ങൾ ഓർക്കണ്ട. ഇനിയുള്ളത് ഒരു പ്രത്യേക തരത്തിലുള്ള നടത്തമായിരിക്കും, ഒരു ജീവിതമായിരിക്കും. ഒന്നാമത് 1 യോഹന്നാൻ 2:20 പറയുന്നു, യു ഹാവ് എൻ അങ്ഷൻ ഫ്രം ദ ഹോളി വൺ ആൻഡ് യു നോ ഓൾ തിങ്സ്. നിങ്ങൾ സകലതും അറിയുന്നു എന്ന് പറയുന്നു.
അതിനർത്ഥം ഈ ലോകത്തുള്ള മുഴുവൻ അറിയുന്നു എന്നല്ല. നിങ്ങൾ എന്താണോ അറിയേണ്ടത് അത് നിങ്ങൾ അറിഞ്ഞിരിക്കും. നിങ്ങൾ എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് പറയണം, ഐ ഹാവ് എൻ അങ്ഷൻ ഫ്രം ദ ഹോളി വൺ ആൻഡ് ഐ നോ ഓൾ തിങ്സ്. സർവശക്തനായ ദൈവം നിങ്ങളുടെ ഹൃദയത്തിൽ പലതും വെളിപ്പെടുത്തി തരുവാൻ തുടങ്ങും. നിങ്ങൾക്കൊരു സംശയം ഒരിക്കൽ വന്നെങ്കിൽ ദൈവം അതിനെ വെളിപ്പെടുത്തി തരും. ഇന്ന് പകൽക്കാലം യു ഷുഡ് ബി എ ഡിഫറെൻറ്റ് ക്രിസ്ത്യൻ, യു ഷുഡ് ബി എ വിന്നിങ് ക്രിസ്ത്യൻ. നിങ്ങളുടെ വായെന്ന് പറഞ്ഞാൽ ഒരു മെഷീൻ ഗൺ ആയിരിക്കണം. യു ഷുഡ് ഓപ്പൺ യുവർ മൗത്ത്. ഹല്ലേലൂയ. ക്രിസ്ത്യാനികൾ ജയമെടുക്കുന്നത് എങ്ങനെയെന്ന് ചോദിച്ചാൽ അവരുടെ വായ് തുറക്കുമ്പോഴാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരിക്കൽ കൂടെ വലത്തെ കരമൊന്ന് ചലിപ്പിച്ച് ദൈവത്തെ ഒന്ന് സ്തുതിച്ചുകൊണ്ട് പറഞ്ഞാട്ടെ, ദൈവമേ സ്തോത്രം എന്ന് പറഞ്ഞാട്ടെ. എത്ര പേർ ആഗ്രഹിക്കുന്നു ഇന്നു മുതൽ എൻ്റെ ദൈവം എൻ്റെ ജീവിതത്തിൽ പുതിയ കാര്യങ്ങൾ വെളിപ്പെടുത്തി തരണമെന്ന്? Those things which you need to learn, those things which you need to know, those things will be revealed to you by the Spirit of God. You have an unction from the Holy One. I have an unction from the Holy One and I know all things. ഇന്ന് മുതൽ നിങ്ങളത് പറഞ്ഞാൽ നിങ്ങളുടെ ക്രിസ്തീയ ജീവിതത്തിൽ ഒരു പ്രത്യേക ഹല്ലേലൂയ ഗ്ലോറി ടു ഗോഡ് ലെവലിലേക്ക് പോകുന്നതായിരിക്കും. അതേ അധ്യായത്തിൽ 1 യോഹന്നാൻ 2:27 പറയുന്നു, ബട്ട് ദ അനോയിന്റിംഗ് വിച്ച് യു ഹാവ് റിസീവ്ഡ് ഓഫ് ഹിം abideth in you and you need not that any man teach you but as the same anointing teacheth you of all things. ആ അഭിഷേകം നിങ്ങളിൽ കിടക്കുന്നത്, that which you are activating by confessing will start revealing and teaching you all things. സകലതും നിങ്ങളെ പഠിപ്പിക്കാൻ തുടങ്ങും. നിങ്ങൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോകുമ്പം ഒരാൾ വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിൽ അല്ലാത്തൊരു കാര്യം പറഞ്ഞാൽ നിങ്ങളുടെ ഉള്ളിലെ അഭിഷേകം, നിങ്ങളുടെ ഉള്ളിലുള്ള ഹല്ലേലൂയ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രവർത്തനം പറയും ശരി അല്ല. യു ഹാവ് എ ഗ്രീൻ ലൈറ്റ് ഇൻ യുവർ സ്പിരിറ്റ്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം കേട്ടുകൊള്ളണം. ഇഫ് യു വാണ്ട് ടു മൂവ് ടു ദ നെക്സ്റ്റ് ലെവൽ, ജസ്റ്റ് സ്റ്റാർട്ട് കൺഫെസിങ് ദാറ്റ് ഐ ഹാവ് ആൻ അങ്ഷൻ ഫ്രം ദ ഹോളി വൺ. സർവശക്തനായ ദൈവത്തിൽ നിന്ന് അഭിഷേകം പ്രാപിച്ചിട്ട് ഒരു വ്യക്തി രക്ഷ പ്രാപിക്കുമ്പം അവൻ്റെ ഉള്ളിൽ ദൈവത്തിൻ്റെ ആത്മാവ് വരുന്നു, ഒരു അഭിഷേകം ഒരളവിൽ പകരപ്പെടുന്നു. പിന്നീട് അങ്ങോട്ട് അവൻ അധികം കേൾക്കുകയും വായിക്കുകയും മനസ്സ് പുതുക്കുകയും ചെയ്യുമ്പം ആത്മാവിൽ നിറയുക മീൻസ് ബി ഫുൾ ഓഫ് ദ സ്റ്റഫ് ഓഫ് ഗോഡ്. അത് നിറയുമ്പോൾ തന്നെ നിങ്ങളുടെ അകത്തുള്ള അഭിഷേകത്തിൻ്റെ അളവ് വർദ്ധിക്കും. ഹല്ലേലൂയ. ഇന്ന് തൊട്ട് this is a homework for you. Say daily, I have an unction from the Holy One and I know all things. Hallelujah. ഞാൻ പറയുന്ന വേറൊരു കാര്യം, I am led by the Spirit of God. Lord, this day as I move by, you will lead me. I am led by the Spirit of God. Romans 8:14. As many as are led by the Spirit of God, they are the sons of God. I am a son of God. I am a mature offspring. Therefore I say, Lord, I am led by the Spirit of God this day. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം നിങ്ങൾ പറഞ്ഞു തുടങ്ങണം, നിങ്ങളോട് സംസാരിക്കേണ്ടത് എന്തെന്ന് ഞാൻ ഹല്ലേലൂയ ഗ്ലോറി ടു ഗോഡ് ചോദിച്ചപ്പോഴാണ് എനിക്ക് ഇത് വന്നത്. ഈ ഒരു വചനം ഞാൻ മുമ്പും വന്നപ്പോൾ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പം ഞാൻ ചില സ്ഥലത്ത് പോകുമ്പോൾ ഞാൻ മനസ്സിലാക്കും ദൈവം ചിലരോട് ചിലത് ആഗ്രഹിക്കുന്നു കൊണ്ടാണത് പറയുന്നത്. സോ യു ഷുഡ് ബി എ ഡിഫറെൻറ്റ് ക്രിസ്ത്യൻ. നിങ്ങൾ എല്ലാവരും ഒരു മിഷണറിമാരാണ്. നിങ്ങൾ ഓരോരുത്തരിലൂടെയും ആയിരങ്ങൾ കടന്നു വരുവാൻ പോകുന്നു. വിശ്വസിക്കുന്നത് മാത്രം കരങ്ങളെ ചലിപ്പിച്ചാട്ടെ. ഹല്ലേലൂയ. നിങ്ങൾ ഒരു പാസ്റ്റർ ആയിരിക്കത്തില്ല, നിങ്ങളൊരു പ്രാസംഗികനും ആയിരിക്കത്തില്ല, പക്ഷെ നിങ്ങളിലൂടെ ദൈവം 1000 പേരെ കൊണ്ടുവരട്ടെ, ഒരു 100 പേരെ കൊണ്ടുവരട്ടെ, അത് കൂടി വരട്ടെ. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. നന്ദി പറഞ്ഞാട്ടെ, കർത്താവിനൊരു നന്ദി പറഞ്ഞാട്ടെ. സോ ആസ് യു കൺഫസ്, ഗോഡ് വിൽ ഓപ്പൺ യുവർ ഐസ് ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് ഗോഡ് വിൽ ഗിവ് യു ദ സ്പിരിറ്റ് ഓഫ് വിസ്ഡം ആൻഡ് റെവലേഷൻ. ഇന്ന് മുതൽ നിങ്ങൾ ഹല്ലേലൂയ, എൻ്റെ വിശ്വാസം ഇത് ഞാൻ പ്രസംഗിക്കുമ്പം എന്നിലൂടെ വരുന്നതാണ് എൻ്റെ ഉള്ളിലുള്ള സ്റ്റഫ് എന്ന് പറയുന്നത്. സോ വാട്ട് ഗോഡ് ഹാസ് ടോൾഡ് മീ ഈസ് ഗോഡ് ഈസ് ഗോയിങ് ടു റിവീൽ ടു യു തിങ്സ് ദാറ്റ് യു നീഡ് ടു നോ ഇൻ യുവർ ലൈഫ്. And that will be a different kind of life, a life of revelation. ഹല്ലേലൂയ. 2 കരങ്ങൾ, നിങ്ങൾ ഒന്നും പറഞ്ഞില്ലെങ്കിൽ 2 കരങ്ങളെയൊക്കെ ഒന്ന് ചലിപ്പിച്ചുകൊണ്ട് പറഞ്ഞാലേ, കർത്താവേ ഞാനത് വിശ്വസിക്കുന്നു. ഐ ബിലീവ്. ഗ്ലോറി ടു ഗോഡ്. രണ്ടാമത്തെ പോയിന്റ് ഞാൻ പറയാം. And all things, മത്തായിയുടെ സുവിശേഷം 21:22 പറയുന്നു, and all things whatsoever you shall ask in prayer believing you shall receive. ഹല്ലേലൂയ. നിങ്ങൾ പ്രാർത്ഥനയിൽ യാചിക്കുന്നതൊക്കെയും
ലഭിച്ചു എന്ന് വിശ്വസിപ്പിൻ. ഓക്കെ, എത്ര കാര്യങ്ങൾ ലഭിക്കും? ഓൾ തിങ്സ്. ഇന്ന് മുതൽ നിങ്ങളെല്ലാവരും ഒരു ഡയറി തുടങ്ങണം. നിങ്ങൾക്കുണ്ടായിരിക്കാൻ ഡയറി, സിസ്റ്റർ, നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളത്. ഗോഡ് ഈസ് വെരി മച്ച് പ്ലീസ്ഡ് വിത്ത് യു. ഹല്ലേലൂയ. ഒരു ഡയറി തുടങ്ങിയിട്ട് നിങ്ങളുടെ പോയിൻറ്റ്സ് എഴുതിയിടണം. എന്തൊക്കെയാണ് ദൈവം നിങ്ങൾക്ക് വേണ്ടി ചെയ്തത്, എന്തൊക്കെയാണ് നിങ്ങളിലൂടെ മറ്റുള്ളവരുടെ ജീവിതത്തിൽ ദൈവം ചെയ്യേണ്ടത് എഴുതിയിട്ടിട്ട് പ്രാർത്ഥിക്കുക. ഒന്ന് ആസ്ക് ഇൻ പ്രയർ. നിങ്ങളുടെ പ്രാർത്ഥന ഡയറിയിൽ എന്തെല്ലാം എഴുതിയിട്ടോ അത് മുഴുവൻ ലഭിച്ചിരിക്കും. ചിലരോട് പറയുമ്പോൾ പറയും, ബ്രദർ, എല്ലാം എൻ്റെ ഹൃദയത്തിലാണ്. കാരണം എഴുതണമെങ്കിൽ ഒരല്പം കഷ്ടപ്പാടുണ്ട്, അതൊരല്പം മെനക്കേടാണ്. ആ മെനക്കേട് എടുത്താൽ മതി, കാര്യം സാധിച്ചിരിക്കും. നിങ്ങളൊരു ഡയറിയിൽ പോയിൻ്റ് എഴുതിവിട്ടെ എന്ന് പറഞ്ഞൊരു ഒരാൾ ഒരിക്കൽ ഒരിടത്ത് പറഞ്ഞു 300 പോയിൻ്റ് എഴുതിയിടണമെന്ന് പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഒരു 75 പോയിൻ്റ് ആകുമ്പോൾ നിങ്ങൾ എക്സോസ്റ്റഡ് ആവും, പിന്നെ ഒന്നും എഴുതാൻ കാണത്തില്ല എന്ന്. ഹല്ലേലൂയ. അതിനർത്ഥം, ഹല്ലേലൂയ, ഞാൻ 300 എഴുതണോ 100 എഴുതണോ 10 എഴുതണോ എന്ന് പറയുന്നില്ല. ഒരു ഡയറി എടുക്കുക, നിങ്ങളതിൽ വേണ്ടുന്ന പോയിൻറ്റ്സ് എഴുതിയിടുക. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഒരു ദൈവവചനം കൂട്ടിയത് പ്രാർത്ഥിച്ചാൽ നന്നായിരിക്കും. ഞാനൊരു കാര്യം പറയുന്നുണ്ട്. ഈ ധൂപക്കുറ്റിയൊക്കെ വീശി നടക്കുന്ന ചില കപ്പ്യാരന്മാരെ കണ്ടിട്ടുണ്ടോ? കുറച്ചു നേരം കഴിഞ്ഞ് അച്ഛൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ എന്തോ കുന്തിരിക്കം കോരിയിടുമ്പോഴത്തേക്കും പെട്ടെന്ന് പുക വരുന്നത് കണ്ടിട്ടുണ്ടോ? പ്രാർത്ഥിക്കുമ്പോൾ ദൈവവചനം കൂടെ കോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ദൈവശക്തി വ്യാപരിക്കും. ഹല്ലേലൂയ. അതുകൊണ്ട് all things whatsoever you shall ask in prayer. പ്രാർത്ഥിക്കാൻ മടിക്കരുത്, പ്രാർത്ഥിക്കണം, ചോദിക്കണം. ബിലീവിങ് എന്നൊരു വാക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. എന്താണ് ബിലീവിങ് എന്നറിയാമോ? പലരും പലതും പറയും. മുമ്പൊരിക്കൽ എനിക്കൊരു സംശയമുണ്ടായിരുന്നു. നിൻ്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, നിൻ്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും, നീതിമാൻ ഒരു നാളും കുലുങ്ങിപ്പോകയില്ല. അപ്പം ഞാൻ മുമ്പ് ചിന്തിച്ചു, ദൈവമേ, എങ്ങനെയാണ് എൻ്റെ ഭാരം നിൻ്റെ മേൽ വയ്ക്കുന്നത്? നിങ്ങൾക്കറിയാമോ എങ്ങനെയാണ് ഭാരം വയ്ക്കുന്നതെന്ന്? ഞാൻ പറയാം, വായി തുറന്ന് പറഞ്ഞാൽ മതി. കർത്താവേ, ഈ ഒരു വിഷയം എന്നെ ഭയങ്കരമായിട്ടും ഭാരപ്പെടുത്തുന്നു. ഒരു പ്രാവശ്യമല്ല 10 പ്രാവശ്യം പറഞ്ഞു കഴിയുമ്പോൾ ഒരു വലിയ സമാധാന ഹൃദയത്തിൽ വ്യാപരിക്കും. അപ്പോൾ മനസ്സിലാക്കണം, ഭാരം ട്രാൻസ്ഫേർഡായി കഴിഞ്ഞു. ഹല്ലേലൂയ. അപ്പോൾ ഭാരം എങ്ങനെയാണ് ട്രാൻസ്ഫർ ചെയ്ത്? വായി തുറന്ന് പ്രാർത്ഥിച്ച്. ഹല്ലേലൂയ, ഗ്ലോറി ടു ഗോഡ്. ചിലതൊക്കെ വളരെ ഇങ്ങനെയായിട്ടൊക്കെ ഇരിക്കും. ഞാൻ നിങ്ങളോട് പറയാം, ഹല്ലേലൂയ, ഗ്ലോറി. നിങ്ങളുടെ വായി എത്രമാത്രം ചലിക്കുമോ അത്രമാത്രം നിങ്ങളൊരു ജയാളിയായിരിക്കും. പറഞ്ഞട്ടെ, ജയത്തിൻ ഘോഷവും ഉല്ലാസത്തിൻ ഗീതവും നീതിമാന്റെ കൂടാരത്തിൽ ഉണ്ടു നിശ്ചയം. എന്നുണ്ട്? ജയത്തിൻ ഘോഷവും ഉല്ലാസത്തിൻ ഘോഷം നീതിമാന്റെ കൂടാരത്തിൽ ഉണ്ടു നിശ്ചയം. പാട്ട് നാളുകൾ മുമ്പ് പാടിയതായിരിക്കും, അതിൻ്റെ വരി പെട്ടെന്ന് കിട്ടുന്നില്ല. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ജയത്തിൻ ഘോഷവും ഉല്ലാസത്തിൻ ഗീതവും നീതിമാന്റെ കൂടാരത്തിൽ ഉണ്ടു നിശ്ചയം. കരഞ്ഞ് കരഞ്ഞ് ജീവിക്കുകയല്ല, ചിരിച്ച് ചിരിച്ച് ജീവിക്കാം. താങ്ക്സ് ബി unto God who gives us the victory through our Lord Jesus Christ, and thanks be unto God who causes us to triumph in Christ. Therefore a triumphant victory is yours and mine in Christ Jesus. ക്രിസ്തുവേശുവിൽ നമുക്കൊരു ജയമുണ്ട്. പറഞ്ഞാട്ടെ, കരമടിച്ച് വായൊന്ന് തുറന്ന് എങ്ങനെ വേണമെങ്കിൽ പറഞ്ഞാട്ടെ, എനിക്കൊരു ജയമുണ്ട്. നിങ്ങളൊരു തളർന്ന ക്രിസ്ത്യാനിയല്ല, നിങ്ങളൊരു ജയത്തിൻ്റെ ക്രിസ്ത്യാനിയാണ്. ഹല്ലേലൂയ. അപ്പം നിങ്ങൾ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം എഴുതിയിട്ടിട്ട്, വിശ്വാസം എന്ന് പറഞ്ഞാൽ ബിലീവിങ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എന്താണെന്ന് ഞാൻ പറയാം. കണ്ണടച്ചാൽ നിങ്ങൾക്ക് കാണാൻ ഒക്കുവോ? ഹല്ലേലൂയ. നിങ്ങളുടെ കണ്ണുകൊണ്ട്, ആത്മാവിൻ്റെ കണ്ണുകൊണ്ട് കാണാൻ ഒക്കുമെങ്കിൽ അത് നിങ്ങളുടെ കരങ്ങളിൽ വന്നിരിക്കും. വലിയ വലിയ ദൈവദാസന്മാർ പറയുന്നത് ഇങ്ങനെയാണ്, ഇഫ് യു ക്യാൻ സീ ഇറ്റ് വിത്ത് യുവർ ഫെയ്ത്ത് ഐ, യു ക്യാൻ ഹാവ് ഇറ്റ് ഇൻ യുവർ ഹാൻഡ്. നിങ്ങളൊരു വിഷയം പ്രാർത്ഥിക്കുമ്പോൾ, പല പ്രാവശ്യം പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ ആത്മാവിൻ്റെ കണ്ണുകൊണ്ട് കാണുവാൻ സാധിക്കും. മുമ്പൊരാൾ ചോദിച്ചു, ബ്രദറെ, എന്ത് പ്രാർത്ഥിച്ചാലും കിട്ടുമോ? ഞാൻ പറഞ്ഞു, എന്ത് പ്രാർത്ഥിച്ചാലും കിട്ടും. അപ്പോൾ അയാൾ പറഞ്ഞു, ഏതോ ഒരു വിഷയം പറഞ്ഞു, എന്നിട്ട് അത് ഒരു വലിയ വിഷയമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യ് ബ്രദർ, പ്രാർത്ഥിച്ചു തുടങ്ങിക്കോ. 30 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾക്കത് പ്രാർത്ഥിക്കാൻ കഴിഞ്ഞാൽ അത് ദൈവം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുക്കിയിട്ടുള്ളതാണ്. ഒരു മാസം കഴിഞ്ഞ് ഞാൻ ചോദിച്ചു, ബ്രദർ പ്രാർത്ഥിക്കുന്നുണ്ടോ? അയാൾ പറഞ്ഞു, ബ്രദറെ, ഒരു 10 ദിവസം കഴിഞ്ഞപ്പോൾ കാണാം, പിന്നെ എനിക്കത് പ്രാർത്ഥിക്കാൻ തോന്നുന്നില്ല. നിങ്ങൾക്ക് 10 ദിവസം കഴിഞ്ഞ് പ്രാർത്ഥിക്കാൻ തോന്നാത്ത വിഷയം അല്ലെങ്കിൽ വലിയ കാര്യങ്ങൾ ചോദിക്കുന്നത് നിങ്ങൾക്കുള്ളതല്ലെങ്കിൽ നിങ്ങളത് തുടരത്തില്ല. വാട്ട് യു പ്രേ കൺസിസ്റ്റൻ്റ്ലി ഈസ് യുവേഴ്സ്.
പറഞ്ഞാട്ടെ, എൻ്റെ ആത്മാവിൽ കൊണ്ട് കാണാൻ കഴിഞ്ഞാൽ അത് എനിക്കുള്ളത്. ഹല്ലേലൂയ, ഗ്ലോറി ടു ഗോഡ്. തുടർന്ന് പ്രാർത്ഥിച്ചാൽ, റിപ്പീറ്റഡ്ലി ഇഫ് യു പ്രേ, ശരിക്കും പറഞ്ഞാൽ പുതിയ നിയമത്തിലെ പ്രാർത്ഥന എന്ന് വെച്ചാൽ വൺ ടൈം യു പ്രേ, സെക്കൻഡ് ടൈം യു വിൽ ജസ്റ്റ് താങ്ക് ഗോഡ് ഫോർ ഗിവിങ് ഇറ്റ്. ഞാനൊരാളുടെ അടുത്ത് വിളിച്ച് നാളുകൾക്ക് മുമ്പ് പറഞ്ഞു, ഡൽഹിയിലുള്ള ആളുടെ അടുത്ത് പറഞ്ഞു, ബ്രദറെ എനിക്കൊരു പുസ്തകം വേണം, അത് ഇന്നടത്ത് കിട്ടുമെന്ന് പറഞ്ഞു. അപ്പോൾ ആൾ പറഞ്ഞു ശരി വാങ്ങിച്ച് കൊടുത്തേക്കാമെന്ന് പറഞ്ഞു. ഇയാൾ കൊടുത്തു എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു. എൻ്റെ കയ്യിൽ കിട്ടുന്നതേ ഇല്ല. ആരുടെ കയ്യിലോ കൊടുത്തു. അയാൾ അതിനുശേഷം 20 ദിവസം കഴിഞ്ഞ് ആ നാട്ടിലോട്ട് ട്രെയിനിൽ വരുന്നത്. 3 ദിവസം ട്രെയിനിൽ, 20 ദിവസം അയാളുടേതാണ്. പക്ഷേ എൻ്റെ കയ്യിൽ കിട്ടിയിട്ടില്ല. നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ഓരോ വിഷയവും നിങ്ങളുടെ കയ്യിൽ കിട്ടിയിട്ടില്ലെങ്കിലും കിട്ടിയിട്ടില്ലെന്ന് വിചാരിക്കരുത്. ദൈവം പ്രാർത്ഥന കേട്ടില്ലെന്നും നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ദൈവം ഉത്തരം അയച്ചില്ലെന്നും വിചാരിക്കരുത്. ദാനിയേൽ ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചു. 1-ാമത്തെ ദിവസം, the first day God answered that prayer, but he had it after 21 days. ഇന്ന് പകൽക്കാലം നിങ്ങളുടെ കരത്തിൽ ലഭിച്ചില്ലെങ്കിലും നിങ്ങളുടെ ആത്മാവിൽ നിങ്ങൾക്കത് കാണാൻ കഴിഞ്ഞാൽ അത് നിങ്ങൾക്കുള്ളതത്രേ. കരങ്ങളെ ഉയർത്തി ഒന്ന് ദൈവത്തെ സ്തുതിച്ചാട്ടെ. നിങ്ങൾ എത്ര പേർ വായിച്ചിട്ടുണ്ട് ദൈവം നമുക്ക് വേണ്ടിയിട്ട് ഒരുക്കിയിട്ടുള്ളത്, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ദൈവം ഒരുക്കിയിട്ടുള്ളത്? ഒരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു ചെവി കേട്ടിട്ടില്ല. നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? എത്ര പേർ അത് വിശ്വസിക്കുന്നുണ്ട്? എന്നാൽ അതിൻ്റെ അടുത്ത വചനത്തിൽ പറയുന്നത് അങ്ങനെയല്ല. ബട്ട് ഗോഡ് ഹസ് റിവീൽഡ് ഇറ്റ് അൺടു us by his spirit. ദൈവം നമുക്ക് വേണ്ടിയിട്ട് ഒരുക്കിയിട്ടുള്ളത് മറ്റൊരാളുടെ ഹൃദയത്തിൽ കൊടുത്തിട്ടില്ല. ദൈവം നമുക്ക് വേണ്ടിയിട്ട് ഒരുക്കിയിട്ടുള്ളത് ദൈവം നമുക്ക് വെളിപ്പെടുത്തി തന്നത് കൊണ്ട് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ചില കാര്യങ്ങൾ വെളിപ്പെട്ട് വരികയും ചിലത് കാണാൻ കഴിയുന്നെങ്കിൽ അത് നമുക്കുള്ളത്. ചിലർക്കെല്ലാം ജീവിതമേ സംശയമാണ്. എനിക്ക് സംശയങ്ങളൊന്നുമില്ല. ഞാനങ്ങനെ ആരെയും വലുതായിട്ട് ക്രിട്ടിസൈസ് ചെയ്യാൻ പോകുന്നില്ലെന്ന് എനിക്ക് തോന്നുന്നു. ഇനി എന്നിൽ കുറവ് കാണും. ഞാൻ ഈ കെന്നത്ത് ഹേഗൻ്റെയൊക്കെ പുസ്തകം വായിച്ചുകൊണ്ട് അതിനകത്ത് അദ്ദേഹം എഴുതിയിരിക്കുന്നത്, ഒരാളിനെ പറ്റി ക്രിട്ടിസൈസ് ചെയ്യുന്ന 10 പേരിരിക്കുന്നെങ്കിൽ അയാൾ ഒരു 2 മിനിറ്റ് 5 മിനിറ്റ് കഴിയുമ്പോൾ എഴുന്നേറ്റ് പോകുന്നു. കാരണം മറ്റുള്ളവരെ കുറിച്ചുള്ള കുറ്റം അദ്ദേഹം കേൾക്കാനിരിക്കത്തില്ലെന്നാണ് പറയുന്നത്. ഇന്ന് പകൽക്കാലം നമ്മളും എല്ലാവരും അങ്ങനെ ആയിരിക്കണം. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം God has revealed all things unto us by his spirit. Hallelujah. വെല്ലം വായിക്കുകയാണെങ്കിൽ സമയം കിട്ടത്തില്ല. ഹല്ലേലൂയ, ഗ്ലോറി ടു ഗോഡ്. ഇന്ന് പകൽക്കാലം നിങ്ങൾ പ്രാർത്ഥിക്കുന്ന നിങ്ങളുടെ പ്രാർത്ഥന ഡയറിയിൽ, ആരോ പറഞ്ഞു യുവർ പ്രേയർ ഷുഡ് ബി ഡോക്യുമെൻറ്റഡ്. ഹല്ലേലൂയ. നിങ്ങളുടെ പ്രാർത്ഥന ഡയറിയിൽ എഴുതിയിരിക്കുന്ന വിഷയം ഒരു ദിവസം പോലും മുടങ്ങാതെ നിങ്ങളൊന്ന് പ്രാർത്ഥിച്ച് നോക്ക്. ഹല്ലേലൂയ, ഗ്ലോറി ടു ഗോഡ്. നിങ്ങളുടെ ജീവിതത്തിൽ ഒന്നൊന്നായിട്ട് വെളിപ്പെടാൻ തുടങ്ങും. കരങ്ങളെ ചലിപ്പിച്ച് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറഞ്ഞിട്ട് എൻ്റെ ദൈവം വലിയവനാണ്. ഞാൻ പറയുന്ന ഒരു കാര്യമുണ്ട്. He is Jehovah Jireh for me, is El Shaddai for me, and he is the breasted one for me. One Jehovah Jireh means he will provide that which I need. El Shaddai means he is the one who is more than enough. If I ask for 10, he will give me 15. Hallelujah, is more than enough. The breasted one means hallelujah, ഒരു കുഞ്ഞിന് hallelujah ജനിക്കുമ്പോൾ തന്നെ അമ്മയുടെ ശരീരത്തിൽ പാൽ ഒരുക്കപ്പെടുന്ന പോലെ that which you need God has already stuffed in the spiritual realm. ആത്മമണ്ഡലത്തിൽ അവൻ അത് നിറച്ചു വെച്ചിട്ടുണ്ട്. All you do is you download it from the spiritual realm. കാരണം നിങ്ങൾക്കത് പ്രാർത്ഥിക്കാൻ കഴിയുന്നെങ്കിൽ, നിരന്തരമായി പ്രാർത്ഥിക്കാൻ കഴിയുന്നെങ്കിൽ അത് നിങ്ങൾക്കുള്ളതാണ്, ദൈവം ഒരുക്കിയിട്ടുള്ളതാണ്. എല്ലാം പറയുമ്പം എല്ലാവർക്കും മനസ്സിലാകത്തില്ല. ഹല്ലേലൂയ. പക്ഷേ നിങ്ങൾക്ക് മനസ്സിലാകേണ്ടത് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. ഹല്ലേലൂയ. ആരോ ഒരു ദൈവദാസൻ ഇങ്ങനെ പറഞ്ഞു, if you can get the message behind the message then you are successful. If you can hear the message behind the message, ഞാൻ പ്രസംഗിക്കുമ്പോഴും അതിൻ്റെ പിന്നിലൊരു മെസ്സേജ് നിങ്ങൾക്ക് കിട്ടുന്നതെങ്കിൽ ആ മെസ്സേജിനെ നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. ചിലർക്ക് ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അടുത്തൊരു മെസ്സേജ് തയ്യാറാക്കാൻ ദൈവമുള്ള പോയിന്റ്സ് കൊടുക്കും. Then that means that God is speaking to you. Catch the message behind the message. ഹല്ലേലൂയ. 2 കരങ്ങളെയും ഒരിക്കൽ കൂടെ ചലിപ്പിച്ചുകൊണ്ട് ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഞാൻ മുമ്പ് ഒരു സ്ഥലത്ത് പോയി പ്രസംഗിക്കുമ്പോൾ റെഗുലറായിട്ട് മീറ്റിംഗ് നടത്തുമ്പം ഹല്ലേലൂയ ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കൈ ചലിപ്പിക്കുക, കാല് ചലിപ്പിക്കുക എന്നൊക്കെ പറയാം. അവർ ചിലർക്ക് അത് ഭയങ്കര ഇറിറ്റേഷനാണ്. ഒരു സഹോദരി പറഞ്ഞു, ബ്രദർ കൈ ചലിപ്പിക്കാൻ പറയുമ്പോൾ ഞാൻ കൈ കുറച്ചുകൂടെ മുറുക്കി പിടിക്കുമെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. ഒരു ദിവസം അറിയാതെ ചലിപ്പിച്ചു പോയി എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു എന്നിട്ട് എന്ത് സംഭവിച്ചു? വീട്ടിൽ പോയപ്പം സഹോദരി പറയുന്നു, ഭർത്താവ് എന്നൊരു തീരുമാനമെടുത്തിട്ട് ഫ്രണ്ട് റൂമിലിരിക്കാൻ ഇന്ന് മുതൽ ഞാൻ മദ്യപിക്കത്തില്ല.
അതുപോലെ സോഷ്യൽ ഡ്രിങ്കറായിരുന്നു. അതോടുകൂടി സോഷ്യൽ ഡ്രിങ്കിങ് നിർത്തി. ഈ കൈ ചലിക്കുമ്പം ഈ ആത്മമണ്ഡലത്തിൽ ചിലത് ചലിക്കും. നിങ്ങളുടെ ആക്ഷൻസ് പലതും ആത്മമണ്ഡലത്തിൽ പലതും ചെയ്യും. ഞാൻ എന്തെങ്കിലും ചെയ്യുമ്പോൾ എനിക്കൊരു വെളിപ്പാടോടുകൂടിയാണ് ഞാൻ ചെയ്യുന്നത്. കരമടിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നിങ്ങൾ കരമടിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഞാൻ കരമടിക്കുന്നത് എന്താ സംഭവിക്കുന്നത് പറയട്ടെ. എരിഹോ മതിലുകൾ വീഴും. The walls of Jericho shall tumble down. Hallelujah. കര ഒന്ന് ചുമ്മെങ്കിലും അടിച്ചേ. ആ ഒരു വെളിപ്പാടോടുകൂടി അടിച്ചേ. ചില ബന്ധനങ്ങൾ അടിയട്ടെ, ചില എല്ലാം തകരട്ടെ. ശരിക്കുമുണ്ടല്ലോ, നമ്മൾ ഈ ദൈവവചനം അനുസരിച്ച് ദൈവവചനം മനസ്സിലാക്കി ദൈവവചനം ഗ്രഹിച്ച് പോവുകയാണെങ്കിൽ ഒരു ബന്ധനവും നമ്മളെ നേരെ നിൽക്കത്തില്ല. കാരണം എന്തറിയാമോ? ദൈവവചനം വെളിച്ചമാണ്. ആ ദൈവവചനം നമ്മൾ ധ്യാനിക്കുമ്പോൾ അത് നമ്മുടെ ഉള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ വിടുതല. ഹല്ലേലൂയ, സ്തോത്രം. പക്ഷേ നമ്മൾ ഈ കരമൊന്ന് അടിക്കുമ്പോൾ മനസ്സിലായിക്കൊണ്ട് എന്തൊക്കെയോ തകരുക. നമ്മുടെ ഈ കൈ തന്നയ്ക്കുന്ന എന്തിനാ? നമ്മുടെ ഈ വായ് തന്നയ്ക്കുന്ന എന്തിനാ? നമ്മുടെ വായ് തന്നയ്ക്കുന്നത് കഴിക്കാനല്ല, ദൈവത്തെ സ്തുതിക്കാനാണ്. ഈ കൈ തന്നയ്ക്കുന്ന ദൈവത്തെ മഹത്വപ്പെടുത്താനാണ്. ഈ കാലുകൾ തന്നയ്ക്കുന്നതിനോ തുള്ളിച്ചാടി. ഗലീല എന്ന നാട്ടിൽ വീട്ടിലൊക്കെ നിൽക്കുമ്പോൾ ചുമ്മാ ചാടണം. അപ്പോൾ ഭർത്താവ് ചോദിക്കും, എന്താണ് നിനക്ക് എന്ത് സംഭവിച്ചു? അടുത്തത് ഭാര്യ ചോദിക്കും, എന്തോ മനുഷ്യനെ നിങ്ങൾക്ക് എന്ത് സംഭവിച്ചു? അപ്പം നിങ്ങൾ പറയണം, പണ്ട് ദാവീദ് ഇതുപോലെ തുള്ളിയപ്പം ഭാര്യ പറഞ്ഞു, നിങ്ങൾ മോശമായിട്ട് ഇങ്ങനെയൊക്കെ തുള്ളിച്ചാടാമോ? ഹല്ലേലൂയ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നീ എന്ത് പറഞ്ഞാലും കൊള്ളാം, ഞാൻ തുള്ളും, ഞാൻ ചാടും, കാരണം അതെൻ്റെ ഒരു പ്രത്യേകതയാണെന്ന് പറഞ്ഞു. ഒരിക്കൽ ഒരാൾ എന്നെ വിളിച്ച് മെഡിക്കൽ കോളേജിൽ പ്രാർത്ഥിക്കാൻ വിളിച്ചു. ഞാൻ ചോദിച്ചു, എന്ത് സംഭവിച്ചു? അത് നമ്മുടെ ഇന്നാര് ഒരു ആക്സിഡൻറ്റിൽ പെട്ട് അദ്ദേഹത്തിന് വേദന കൊണ്ട് നിലവിളിക്കുകയാണ്. അയ്യോ അയ്യോ എന്ന് വിളിക്കുന്നു. ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട്, ഞാൻ എല്ലായിടത്തും പറയും. അപ്പം ഞാൻ ചോദിച്ചു, ഈ ബ്രദർ ആരാധനയ്ക്ക് മിണ്ടാതിരിക്കുന്ന ഒരു വ്യക്തിയാണല്ലോ, ഇത്രയും ബഹളമൊന്നും വയ്ക്കത്തില്ലല്ലോ. ശരിയാ. അപ്പം അദ്ദേഹം വേദന കൊണ്ടാണ് വിളിക്കുന്നത്. അപ്പം അങ്ങ് ഈ സന്തോഷം കൊണ്ട് തുള്ളൂല്ലേ, സന്തോഷം കൊണ്ട് തുള്ളിച്ചാടൂല്ലേ? അപ്പം അതിന് തക്കത്തുള്ള സന്തോഷവും നന്ദിയും ഹൃദയത്തിൽ ഇല്ലാത്തത് കൊണ്ടല്ലേ ദൈവ പൈതലെ നീ തുള്ളാത്തതും ചാടാത്തതും? ഹല്ലേലൂയ. നിങ്ങൾ തന്നെ വീട്ടിൽ പോയി ഒന്ന് ചിന്തിച്ചു നോക്ക്. ചില സന്തോഷ സമയങ്ങളിൽ ഹല്ലേലൂയ നിങ്ങൾ എന്താ ചെയ്തത്? നിങ്ങൾ സന്തോഷം വന്നപ്പോഴും ഒന്നും ചെയ്തില്ലെങ്കിൽ നിങ്ങളൊരു നിർവികാര ജീവിയാണ്. സന്തോഷം വരുമ്പോഴും ചിരിക്കില്ല, സങ്കടം വരുമ്പോൾ കരയത്തില്ല. നിങ്ങളൊന്നും ചെയ്യാതെ വളരെ പ്രത്യേക വ്യക്തിയായിരിക്കും. ഹല്ലേലൂയ. പക്ഷെ ഞാൻ പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ. എക്സ്പ്രസ് യുവർ ലവ്, എക്സ്പ്രസ് യുവർ ഗ്രാറ്റിറ്റ്യൂഡ്, എക്സ്പ്രസ് യുവർ ജോയ് അൺടു ദ ലോർഡ്. ഹല്ലേലൂയ, ഗ്ലോറി ടു ഗോഡ്. ഇന്ന് പകൽ റോമർ 8:28 എല്ലാവർക്കും അറിയാവുന്നൊരു വചനം. We know that all things work together. നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക്. We know that all things work together for good to them that love God, to them who are the called according to His purpose. നമ്മളെക്കുറിച്ച് എല്ലാവരെക്കുറിച്ചും ദൈവത്തിനൊരു പർപ്പസ് ഉണ്ട്. പറഞ്ഞാട്ടെ, എന്നെക്കുറിച്ച് ദൈവത്തിനൊരു പർപ്പസ് ഉണ്ട്. എന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പർപ്പസാണ് ഞാൻ ചെയ്യുന്നത്. പാസ്റ്റർ സാം വർഗീസിനെ കുറിച്ചുള്ള പർപ്പസാണ് അദ്ദേഹം ചെയ്യുന്നത്. ഞാൻ അദ്ദേഹത്തെ പോലെ ചെയ്യാൻ നോക്കിയാൽ ശരിയാവില്ല. ഹല്ലേലൂയ. നോക്കണം. അപ്പോൾ നമ്മളെ ഓരോരുത്തരെക്കുറിച്ചും ദൈവത്തിന് ഒരു പർപ്പസുണ്ട്. ആ പർപ്പസിലേക്കാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ദൈവത്തിനൊരു പർപ്പസുണ്ട്. ഈ പർപ്പസിലേക്ക് നമ്മൾ നടന്നുകൊണ്ടിരിക്കുക ചെയ്യുന്നത്. നമ്മുടെ ജീവിതത്തിൽ കഷ്ടതകൾ, പ്രയാസങ്ങൾ, ചിലപ്പം നിന്ദകൾ, കല്ലേറുകൾ, ചില നഷ്ടങ്ങൾ ഒക്കെ വന്നെന്നിരിക്കാം. ഇത് വരുന്ന സമയത്ത്, വരണം എന്നല്ല, വന്നെന്നിരിക്കാം. നിൻ്റെ വിളി ഉയർന്നതെങ്കിൽ, ഇഫ് യുവർ കോൾ ഈസ് ഹയർ, അതിനനുസരിച്ച് പലതിലൂടെ നിങ്ങൾ കടന്നു പോകും. പൊട്ടക്കുഴി, ചെയ്യാത്ത കുറ്റത്തിന് കാരാഗ്രഹം, അത് കഴിഞ്ഞൊരു കൊട്ടാരം, അത് കഴിഞ്ഞൊരു പ്രൈം മിനിസ്റ്റർഷിപ്പ് നമുക്ക് ഇഷ്ടമാണ്. ഹാലെ, കൊട്ടാരവും നമുക്ക് ഇഷ്ടമാണ്. മറ്റേത് രണ്ടും നമുക്ക് ഇഷ്ടമല്ലായിരുന്നു. ഈ ലോകത്ത് എങ്ങനെയാണെന്നറിയാമോ? നമ്മളൊരു പ്രയാസത്തിലൂടെ കടന്നു പോകുമ്പം ഒരു 100,000 കല്ലേറുകൾ വരും.
പക്ഷേ ഈ കല്ലേറുകൾ നിങ്ങൾ കൊള്ളുമ്പോൾ നിങ്ങൾക്ക് വേദനയായിരിക്കും. പക്ഷേ നേരത്തെ പറഞ്ഞതുപോലെ വലിയ ധീരപ്രസംഗം നടത്തിയതാ, പക്ഷെ പെട്ടെന്ന് നമ്മൾ പേടിച്ചു പോകുന്നു. ഹല്ലേലൂയ. നോക്കണം, നമ്മുടെ കല്ലേറുകളും നമ്മുടെ ഈ ലോകത്ത് ആരും nobody will love us like God. ഹല്ലേലൂയ. എല്ലാവരും കല്ലെറിയുമ്പോഴും കല്ലെറിയാത്ത ഒരുവനുണ്ട്, സർവശക്തനായ ദൈവം. എല്ലാവരും കല്ലെറിയുമ്പോഴും കല്ലെറിയാത്ത സ്നേഹിക്കുന്ന ഒരുവനുണ്ട്, ജീവൻ തന്നവൻ യേശു. ഇന്ന് പകൽ എല്ലാ കല്ലേറുകളെയും ചേർത്ത് അത് നന്മയ്ക്കാക്കി തീർക്കുന്ന ഒരു ദൈവമുണ്ട്. ഞാൻ ഒരിക്കലെങ്ങാണ്ട് എൻ്റെ ജീവിതത്തിൽ ഷാർജ കുടിച്ചിട്ടുണ്ട്. ഞാൻ ചോദിച്ചു, ഞാൻ മുമ്പ് വന്നപ്പോഴും പറഞ്ഞതാ, ഷാർജയ്ക്ക് ഒരു പ്രത്യേകത, അതിനകത്ത് കപ്പലണ്ടി ഇടുന്നു, പാലിടുന്നു, എന്തൊക്കെയൊക്കെയോ ഇടുന്നു, അവസാനം ഐസ് ഇടുന്നു. ഇതെല്ലാം കൂടെ ഇട്ടിട്ടൊരു ഷെയ്ക്ക് എടുത്ത് കയ്യിൽ കുടിക്കാൻ തന്നപ്പോൾ കാണാം കുടിക്കാനൊക്കത്തില്ല, അത്രയ്ക്ക് തണുപ്പ്, നല്ല രുചിയുണ്ട്. ഇന്ന് പകൽക്കാലം നിങ്ങളുടെ ജീവിതത്തിലെ കല്ലേറുകളും നിങ്ങളുടെ ജീവിതത്തിലെ കഷ്ടങ്ങളും നഷ്ടങ്ങളും എല്ലാം കൂടെ ചേർത്ത് ദൈവം പറയാം, ഐ എം ഗോയിങ് ടു ഗിവ് യു എ സ്വീറ്റ് ഷാജ. ഞാനൊരു സ്വീറ്റ് ഷാജ തരുവാൻ പോകുകയാണ്. ചില സമയത്ത് നിങ്ങൾ പറയും, മതി കർത്താവേ, ഈ കഷ്ടത മതി, എനിക്കിത് സഹിക്കാം വയ്യ കർത്താവേ. ഹല്ലേലൂയ. ദൈവത്തിനറിയാം നിങ്ങളുടെ എലാസ്റ്റിസിറ്റി. He knows how much you can bear. He will not give you more than what you can bear. But after you have gone through all that, God will give you something great. പറഞ്ഞാട്ടെ, റോമർ 8:30 പറയുന്നറിയാമോ, മുൻ നിയമിച്ചവരെ വിളിച്ചവരെ അതൊക്കെ ചെയ്ത് them he also glorified. And that means that you have a glorious future and a glorious destiny. എല്ലാ കഷ്ടതകളും എല്ലാ തിന്മകളും കൂടെ ചേർന്ന് ദൈവം നിനക്ക് തരുവാൻ പോകുന്നത് എന്തോന്ന് വലുതാണ്. നിങ്ങൾ പ്രാർത്ഥിച്ചത്, നിങ്ങൾ നേടിയത്, നിങ്ങൾക്ക് ദൈവം ഒരുക്കിയിട്ടുള്ളത്, അത് ഹല്ലേലൂയ ഗ്ലോറി ടു ഗോഡ്, മറ്റാർക്കും ഉള്ളതല്ല, അത് നിങ്ങൾക്കുള്ളതാണ്. വേദപുസ്തകത്തിൽ വചനമുണ്ട്, no one can snatch them out of my hand. ആർക്കും അവയെ എൻ്റെ കരത്തിൽ നിന്ന് പിടിച്ചു പറിക്കാൻ ഒക്കത്തില്ല. നമ്മളെക്കുറിച്ചാണ് പറയുന്നത്, ദൈവമക്കളെക്കുറിച്ച്. യേശുവിൻ്റെ രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയ ദൈവപൈതലിനെ ആർക്കും കരത്തിൽ നിന്ന് പിടിച്ചു പറിക്കാൻ ഒക്കത്തില്ല. Nobody can pull your hallelujah glory chain. Nobody can hallelujah glory to God work against you. നിങ്ങൾക്കൊരു SPG പ്രൊട്ടക്ഷൻ ഉണ്ട്, ഒരു Z കാറ്റഗറി പ്രൊട്ടക്ഷൻ ഉണ്ട്, സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ഒരു പ്രൊട്ടക്ഷൻ ഉണ്ട്. നിങ്ങളുടെ കൂടെ ഉള്ളവൻ ഈ ലോകത്തുള്ളവനേക്കാൾ, എലീശ പറഞ്ഞു ഹല്ലേലൂയ ഗ്ലോറി ടു ഗോഡ്, ഇവൻ്റെ കണ്ണൊന്ന് തുറക്കണമേ, കാരണം നമ്മുടെ കൂടെ ഉള്ളവരെ ഒന്ന് കാണുവാൻ തക്കത്തിൽ. ഇന്ന് പകൽക്കാലം നിങ്ങളുടെ കൂടെ ഉള്ളവൻ ഈ ലോകത്തുള്ളവനേക്കാൾ വലിയവനും അവൻ സൈന്യങ്ങളുടെ ദൈവമായ യഹോവയാകയാൽ അവൻ്റെ കൂടെ ഒരു സൈന്യമുണ്ട്. ആ സൈന്യം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുക ചെയ്യുന്നത്. ഈ വീൽ അലൈൻമെൻ്റ് ഒക്കെ ചെയ്യാൻ വേണ്ടി നമ്മൾ വാഹനവുമായിട്ട് പോകുമ്പോൾ ഫ്രണ്ടിൽ അതെടുത്ത് ബാക്കിൽ ഒക്കെ ഇട്ട് തരും. ഇന്ന് പകൽക്കാലം സർവശക്തനായ ദൈവം പറയുക ചെയ്യുന്നത്, ഐ എം ഡൂയിങ് എൻ അലൈൻമെൻറ്റ് ഫോർ യു ഇൻ ദിസ് യൂണിവേഴ്സ്. ഞാൻ നിൻ്റെ ജീവിതത്തിൽ ഒന്ന് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് ചിലതിനെയൊക്കെ ഒന്ന് അലൈൻ ചെയ്യുക. ഒരു വ്യക്തിയെ പിടിച്ച് ഇങ്ങോട്ടിരുത്തുന്നു, ഒരു വ്യക്തിയെ പിടിച്ച് അങ്ങോട്ടിരുത്തുന്നു. ഇതൊക്കെ എന്താ? എല്ലാറ്റിനും ഒരു ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. നമ്മൾ മാത്രമേ ഉള്ളൂ ഉദ്ദേശമില്ലാതെ അല്ല പലതും ചെയ്യുന്നത്. ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ എനിക്കൊരു ഉദ്ദേശം, ഇന്ന് ഇവിടെയാണ് വരേണ്ടത്. സർവശക്തനായ ദൈവം ഓരോന്ന് ചെയ്യുമ്പോഴും അവനൊരു ഉദ്ദേശമുണ്ട്. സോ ദർ ഈസ് എ പർപ്പസ് കൺസേണിങ് യുവർ ലൈഫ് ആൻഡ് ഗോഡ് ഈസ് ഗോയിങ് ടു ഫുൾഫിൽ ദറ്റ് പർപ്പസ്. പറഞ്ഞാട്ടെ, ഹല്ലേലൂയ, ഗോഡ് ഈസ് ഗോയിങ് ടു ഫുൾഫിൽ മൈ പർപ്പസ്. കരമൊന്ന് നെഞ്ചോട് വെച്ചുകൊണ്ട് പറഞ്ഞാട്ടെ, എന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി നിവർത്തിക്കപ്പെടുന്നു. നിങ്ങൾ വിചാരിക്കുന്നു കുറച്ച് നന്മകൾ, അതല്ല ദൈവം പറയുന്നത്. കുറച്ച് നന്മകൾ നിങ്ങളുടെ ജീവിതത്തിൽ വരും. കുറച്ച് കാര്യങ്ങൾ കർത്താവിന് വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടതുണ്ട്. അത് നിങ്ങൾ ചെയ്യുമ്പം ദൈവം ഭയങ്കരമായി സന്തോഷിക്കും. പറഞ്ഞാട്ടെ, ആർത്തുപാടി ഞാൻ ആനന്ദത്തോടെ കീർത്തനം ചെയ്തെന്നും വാഴ്ത്തുമേശുവേ. ഇല്ലല്ലേ? ആർത്തുപാടി ഞാൻ ആനന്ദത്തോടെ കീർത്തനം ചെയ്തെന്നും വാഴ്ത്തുമേശുവേ. ആ ചുമ്മാ എന്താ പാടരുത്, ഒന്ന് തുള്ളാൻ തുടങ്ങണം, ഒന്ന് ചാടാൻ തുടങ്ങണം. കുറച്ചു നേരം കഴിയുമ്പോഴത്തെ ആർത്തുപാടി ഞാൻ ആനന്ദത്തോടെ കീർത്തനം ചെയ്തെന്നും വാഴ്ത്തുമേശുവേ. ഇത്ര നല്ല രക്ഷകൻ വേറെയിൽ ഊഴിയിൽ ഹല്ലേലൂയ പാടും ഞാൻ. ഇത്ര നല്ല രക്ഷകൻ വേറെയിൽ ഊഴിയിൽ ഹല്ലേലൂയ പാടും ഞാൻ. നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രയാസമുണ്ടെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിലും നിങ്ങളുടെ ഹൃദയം ഞരങ്ങുന്നുണ്ടെങ്കിലും
നിങ്ങൾ പാടേണ്ടത് ഇതാണ്: ഇത്ര നല്ലവനാം പ്രിയനി ഇത്രയിൽ രുചിച്ചറിവാൻ, ഇത്ര നല്ലവനാം പ്രിയനി ഇത്രയിൽ രുചിച്ചറിവാൻ, ഇടയായതിനാൽ ഒടുവിൽ വരെയും ഇനി എനിക്കെന്നും താൻ മതി. ഇടയായതിനാൽ ഒടുവിൽ വരെയും ഇനി എനിക്കെന്നും താൻ മതിയാ. ബ്രദർ തുടങ്ങിയതിന് നന്ദി. പക്ഷെ പാടാൻ തുടങ്ങിയ ഇവർ ഹല്ലേലൂയ, ഗ്ലോറി ടു ഗോഡ്, സമയത്തിൻ്റെ കുറവ് കൊണ്ട് ഹല്ലേലൂയ. ഇന്ന് നിങ്ങൾ മടങ്ങിപ്പോകുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു പ്രത്യേകത ഉണ്ടാവും. എന്താണെന്നറിയാമോ? ഭയങ്കര സന്തോഷം തോന്നും. പറഞ്ഞാട്ടെ, എൻ്റെ ഉള്ളിൽ ഭയങ്കര സന്തോഷം തോന്നും. എന്തുകൊണ്ടാണ് സന്തോഷം തോന്നുന്നത്? കർത്താവിങ്കിലെ സന്തോഷമാണ് നിങ്ങളുടെ ഹൃദയത്തിൽ വരുന്നത്. ഹല്ലേലൂയ. ഇന്ന് നിങ്ങളൊന്ന് നന്നായിട്ട് ചിരിച്ചുകൊണ്ട് പറഞ്ഞാട്ടെ, മറ്റാരേക്കാളിലും അധികം അനുഗ്രഹം ഇന്ന് എനിക്കാണ് ദൈവം തരുന്നത്. ഹല്ലേലൂയ. ഇന്ന് നിങ്ങൾ പിടിച്ചു പറിക്കുന്നവരായിരിക്കണം. The violent take it by force. ഓക്കെ, ഹല്ലേലൂയ, ഗ്ലോറി ടു ഗോഡ്. 10 പേരിയ്ക്കുമ്പോൾ ചിലപ്പോൾ അതിനകത്ത് ഒരു വ്യക്തിയായിരിക്കും മുഴുവൻ പിടിച്ചെടുക്കുന്നത്. അയാളിപ്പോൾ ഒന്നും പുറമേ ചിലപ്പോൾ ഒരു ആക്ഷനും കാണത്തില്ല, പക്ഷേ ഹൃദയം കൊണ്ടുണ്ടല്ലോ, he'll be pulling down, he'll be downloading the whole blessings. 2 കരങ്ങളെ ഒരിക്കൽ കൂടെ വീശിക്കൊണ്ട് പറഞ്ഞാൽ കർത്താവേ നന്ദി എന്ന് പറഞ്ഞാട്ടെ. ദൈവത്തിന് സ്തോത്രം. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഗ്ലോറിയസ് ഫ്യൂച്ചറുണ്ട്, ഒരു ഗ്ലോറിയസ് ഡെസ്റ്റിനി ഉണ്ട്. 70 വയസ്സായ എനിക്കിനി എന്തോന്ന് ഗ്ലോറിയസ് ഫ്യൂച്ചർ? അങ്ങനെയല്ല. യു ഹാവ് എ ഗ്ലോറിയസ് ഫ്യൂച്ചർ ആൻഡ് എ ഗ്ലോറിയസ് ഡെസ്റ്റിനി. ഹല്ലേലൂയ. ദീർഘായുസ് കൊണ്ട് എന്നെ തൃപ്തിപ്പെടുത്തണമേ. ഹല്ലേലൂയ. എന്നിട്ട് വേദപുസ്തകത്തിൽ പറയുന്നത് യു വിൽ ഹാവ് ഗുഡ് ഓൾഡ് ഡേയ്സ്. ഹല്ലേലൂയ. ഗുഡ് ഓൾഡ് ഏജ്, ഗുഡ് ഓൾഡ് ഡേയ്സ്. 88 വയസ്സാകുമ്പോൾ കർത്താവേ വലിയ പ്രയാസമായിട്ടല്ല, at 82 I'll be walking perfect. പറഞ്ഞാട്ടെ ഹല്ലേലൂയ. അങ്ങനെ എന്നെ നടത്തണമേ കർത്താവേ എന്ന് പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ പദ്ധതികൾ നിങ്ങളുടെ ജീവിതത്തിൽ നിവർത്തിക്കപ്പെടട്ടെ. നിങ്ങളുടെ ആത്മാവിൻ്റെ കണ്ണുകൾ തുറക്കപ്പെടുന്നു. That which you do not know but you need to know will be revealed to God. Hallelujah, from this day forward. ഇന്ന് മുതൽ ദൈവം നിങ്ങൾക്ക് പലതും വെളിപ്പെടുത്തി തരുവാൻ പോകുക ചെയ്യുന്നത്. നമ്മളിന്ന് കേട്ടല്ലോ, നമുക്ക് ഒരു ക്വയറ്റ് ടൈം വേണം. നമ്മൾ ബഹളം വയ്ക്കുന്നവരാ, ഒത്തിരി ബഹളം വയ്ക്കുന്ന, തുള്ളും ചാടും. ബട്ട് അറ്റ് ദ സെയിം ടൈം വി നീഡ് ടു ഹാവ് എ ക്വയറ്റ് ടൈം. എന്തിനാണെന്നറിയാമോ? ആദ്യം ഭൂകമ്പം, പിന്നെ അത് ഇത് ബഹളം എല്ലാം ഒക്കെ ഉണ്ട്. പക്ഷെ രാവിലെ ദൈവസന്നിധിയിലിരിക്കുമ്പം, വേദപുസ്തകം തുറന്നങ്ങോട്ട് വെച്ച് കഴിയുമ്പം, ഒരു മണിക്കൂർ ദൈവവചനത്തിൽ സമയം ചെലവിടുമ്പോൾ ഉണ്ടാകുന്ന ഒരു നിശ്ചലതയുണ്ട്. വെള്ളം കലങ്ങിക്കിടക്കുന്നത് ഇത് നിശ്ചലമായിരിക്കുന്നു. ഹല്ലേലൂയ. ആ നിശ്ചലതയുണ്ടല്ലോ ഒരു ദിവസം മുഴുവൻ നിങ്ങളെ നടത്തും. പറഞ്ഞാട്ടെ, I'll get the energy that I need for a whole day. നിശ്ചലമാകും. ബി സ്റ്റിൽ. വെള്ളം ഇങ്ങനെ നിശ്ചലമാകുന്നത് പോലെ യു വിൽ ബി സ്റ്റിൽ. തലേ ദിവസം ആൾക്കാർ ചീത്ത വിളിച്ചതും അതൊക്കെ പോയി. ഇപ്പോൾ അതൊന്നും നമ്മളെ യേശുന്നില്ല. when you're still and when you know that you're God, when there is a quietness in you, you will know that nothing will be able to shake you. ഒന്നും നിങ്ങളെ കുലുക്കത്തില്ല. കാരണം ദൈവസന്നിധിയിൽ കിട്ടിയ നിശ്ചലതയുണ്ടല്ലോ, അതൊരു ഭയങ്കര ബാങ്ക് ബാലൻസിനേക്കാളും വലുതാ. ഇന്ന് പകൽക്കാലം പറഞ്ഞാട്ടെ, ഞാൻ ദൈവസന്നിധിയിൽ ഇരിക്കുമ്പം ദൈവം എൻ്റെ ഉള്ളിൽ പകരുന്ന ആ ദൈവിക സമാധാനം, ആ ദൈവിക നിശ്ചലത. മൈ പ്രസൻസ് ഷാൽ ഗോ വിത്ത് thee and I'll give thee rest. എൻ്റെ സാന്നിധ്യം നിന്നോടുകൂടെ പോരും, ഞാൻ നിനക്ക് സ്വസ്ഥത നൽകും. ആ സ്വസ്ഥതയുണ്ടല്ലോ, ദാറ്റ് ഈസ് സംതിങ് ഗ്രേറ്റ്. മറ്റുള്ളവർ ഹല്ലേലൂയ മറ്റുള്ളവർക്കില്ലാത്തത്, ലോകത്തിനില്ലാത്തത് നമുക്കുണ്ട്. പറഞ്ഞാട്ടെ, വേദോസിൽ ഒരു വചനമുണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന, ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടുത്ത എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയിലും അടുത്ത വചനത്തിൽ പറഞ്ഞു, എന്നാൽ സകല ബുദ്ധിയും കവിയുന്ന ഒരു ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയത്തിൽ വാഴും. എപ്പോഴാണോ സകല ബുദ്ധിയും കവിയുന്ന ഒരു ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയത്തിൽ വാഴുന്നത്, അപ്പോൾ മനസ്സിലാക്കിക്കൊള്ളും നിങ്ങളുടെ വിഷയമല്ല, അത് ദൈവത്തിൻ്റെ വിഷയമായി കഴിഞ്ഞു. ദൈവം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുക ചെയ്യുന്നത്. നിങ്ങൾ ഉറങ്ങുമ്പോഴും ഉറങ്ങാത്തവനായി മയങ്ങാത്തവനായി ഇരുന്ന് പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. ഇതെല്ലാം നമ്മുടെ ഉള്ളിൻ്റെ
ഉള്ളിൻ്റെ ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ, ഹല്ലേലൂയ, ഗ്ലോറി ടു ഗോഡ്, യുവർ ലൈഫ് വിൽ ബി എൻറ്റയർലി ഡിഫറെൻറ്റ്. രണ്ട് കരങ്ങളെ ഒരിക്കൽ കൂടെ വീശിക്കൊണ്ട് പറഞ്ഞാട്ടെ, എൻ്റെ കർത്താവേ നീ വലിയവൻ എന്ന് പറഞ്ഞാട്ടെ, എൻ്റെ കർത്താവേ നീ വലിയവൻ എന്ന് പറഞ്ഞാട്ടെ. നമ്മൾ ദൈവമക്കളാണ്. ദൈവമക്കളുടെ ജീവിതത്തിൽ ഒന്നാമത് ചെയ്യേണ്ട പല കാര്യങ്ങളുമുണ്ട്. അറിയാമോ? മത്തായി 6:33 നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ, അതോടുകൂടി ഇതൊക്കെയും നിങ്ങൾക്ക് ലഭിക്കും. ഒരു ദൈവദാസൻ പറഞ്ഞത് ഇങ്ങനെയാണ്: Seek first the kingdom of God and his righteousness, and all these things that others are struggling to will be added unto your life. മറ്റുള്ളവർ കഷ്ടപ്പെട്ട് നേടുന്നത് പലതും നിങ്ങളുടെ ജീവിതത്തിൽ അനായാസം വരുവാൻ തുടങ്ങും. നിങ്ങളുടെ വിടുതലും നിങ്ങളുടെ ആ വിഷയത്തെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമൊക്കെ ഉണ്ടല്ലോ, അനായാസം നടക്കും. നമ്മൾ പ്രാർത്ഥിക്കുന്നു, പക്ഷെ ദൈവവചനമാകത്തില്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത്? വാട്ട് വിൽ ഹാപ്പൻ? ഈ ദൈവവചനമാണ് ഫൗണ്ടേഷൻ. ലെറ്റ് ദ വേർഡ് ഓഫ് ക്രൈസ്റ്റ് ഡ്വെൽ ഇൻ യു റിച്ച്ലി. ക്രിസ്തുവിൻ്റെ വചനം സകല ഐശ്വര്യത്തോടും കൂടി നിങ്ങളുടെ വസിക്കട്ടെ. ഗ്ലോറി ടു ഗോഡ്. സോ ദൈവവചനമാണ് ഫൗണ്ടേഷൻ, ദൈവവചനമാണ് എല്ലാം. അപ്പോൾ ദൈവരാജ്യം മീൻസ് ദ കിങ്ഡം ഓഫ് ഗോഡ്. ദ കിങ് ഈസ് ജീസസ് ആൻഡ് വി ആർ ഹിസ് പീപ്പിൾ. ദ കിങ് വിൽ ഡോമിനേറ്റ് അവർ ലൈഫ്സ്. ഐ എം നോട്ട് സ്റ്റാൻഡിങ് ഓൺ മൈ റൈറ്റിയസ്നെസ്, ഐ എം സ്റ്റാൻഡിങ് ഓൺ ഹിസ് റൈറ്റിയസ്നെസ്. അവൻ്റെ നീതിയാണ് എന്നിലേക്ക് പകർന്നത്. നമ്മളെല്ലാവരും വിചാരിക്കും നമ്മൾ ഭയങ്കര വിശുദ്ധരാണെന്ന്. നമ്മളിലൊരു വിശുദ്ധിയുമില്ല. നമ്മളിലുള്ള വിശുദ്ധിയെല്ലാം ദൈവത്തിൽ നിന്ന് വന്ന വിശുദ്ധി മാത്രമേ ഉള്ളൂ. I've hid your word in my heart that I may not sin against thee. നിന്നോട് ഞാൻ പാപം ചെയ്യാതിരിക്കണം, നിന്റെ വചനത്തെ എൻ്റെ ഹൃദയത്തിൽ സംഗ്രഹിച്ചിരിക്കുന്നു. Then that means that the word in you has the power to keep you holy. യേശു ഒരിക്കൽ പറഞ്ഞു, ഞാൻ സംസാരിച്ച വചനം മുഖാന്തരം നിങ്ങൾ ശുദ്ധിയുള്ളവരായി തീർന്നു. You already clean because of the word that I have spoken unto you. So the word has a power to cleanse you. The word has a power to keep you holy. Glory to God. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വചനം ഇതിനകത്ത് പറയുന്നുണ്ട്: ഇഫ് യു കൺഫസ് യുവർ സിൻസ്, ഹി ഈസ് ഫെയ്ത്ത്ഫുൾ ആൻഡ് ജസ്റ്റ് ടു ഫൊർഗീവ് us our sins and cleanse us of all unrighteousness. നമ്മുടെ ജീവിതത്തിൽ കുറ്റങ്ങളും കുറവുകളും വരുമ്പോൾ ഒറ്റ കാര്യം മാത്രം കോട്ട് ചെയ്താൽ മതി. ഒരു അഡ്വക്കേറ്റ് കോട്ട് ചെയ്യുന്ന പോലെ കോട്ട് ചെയ്താൽ മതി: യു ആർ എ ഫെയ്ത്ത്ഫുൾ ആൻഡ് ജസ്റ്റ് ഗോഡ് ലോർഡ്. Now I have gone wrong. Now what you need to do, oh Lord, faithful and just God, cleanse me of all unrighteousness. The blood of Jesus Christ his son cleanses me from all my sins. പലരും പറയും ഈ ദൈവം ഭയങ്കര ക്രൂരനാണ്. ദൈവം ക്രൂരനല്ല, ദൈവം നല്ലവനാ. നമുക്ക് മറ്റുള്ളവരോട് ക്ഷമിക്കാൻ കഴിയുന്നെങ്കിൽ അത് നമ്മുടെ കഴിവാണെന്ന് വിചാരിക്കരുത്. നമ്മുടെ കഴിവല്ല, അത് ദൈവത്തിൻ്റെ കൃപയാണ്. നമുക്ക് എന്തെങ്കിലും നേട്ടം ലഭിച്ചാൽ ഒന്നും നമ്മുടേതല്ല, എല്ലാം ദൈവത്തിൻ്റെ ദാനമാണ്. നമ്മൾ ഈ ഭൂമിയിലേക്ക് വന്നത് തന്നെയും ദൈവം നമുക്ക് ദാനമായി തന്ന ഒരു ജീവിതമാണ്. കോവിഡ് വന്നപ്പോൾ എന്താ നമ്മൾ മനസ്സിലാക്കേണ്ടിയിരുന്നെന്ന് അറിയാമോ? പണക്കാരനും പാവപ്പെട്ടവനും എല്ലാവരും കൈപോക്കി രക്ഷിക്കണേ. ഇന്ന് പകൽക്കാലം മനസ്സിലാക്കണം, നമ്മുടെ കഴിവ് ഒരു സീറോയാണ്. ദൈവമാണ് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ എല്ലാം പകരുകയും എല്ലാ നന്മകളും ചൊരിയുന്നത്. ഫോർ ദ അച്ചീവ്മെൻറ്റ്സ് ആൻഡ് ഓൾ ദ hallelujah dash 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 I give you the glory. To thee I ascribe all the glory and honor and praise and majesty forever and ever. ദൈവവചനം പ്രസംഗിക്കാൻ കൃപ ലഭിച്ചെങ്കിൽ ദൈവത്തിൽ നിന്നുള്ളത്. I have the wisdom of God. I have only that you have imparted unto me. നീ എൻ്റെ ഉള്ളിൽ പകർന്നത് മാത്രമേ എനിക്കുള്ളൂ കർത്താവേ. കുറച്ച് കഴിയുമ്പോൾ നമ്മൾ അറിയാതെ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ മുട്ടുമടക്കും. ദൈവമേ, hallelujah, that's called humility. Thank you Lord. So ദൈവ പൈതൽ ഒന്നാമത് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ, prayers and supplications and prayers be made for all men, especially for those in authority. അപ്പോൾ ഒരു ദൈവ പൈതൽ പ്രാർത്ഥിക്കുമ്പം നിങ്ങളുടെ പ്രാർത്ഥനാ ഡയറിയിൽ ഈ ദേശത്തെ ഭരിക്കുന്നവർക്കും ഭരിക്കാൻ പോകുന്നവർക്കും വേണ്ടി നിങ്ങൾ എഴുതിയിടണം. Only thy will be done. ഞാൻ 2 ദിവസം മുമ്പേ, ഇന്നലെ ഓക്കെ വോട്ട് ചെയ്യാൻ പോയപ്പം ഞാൻ 7 മണിക്ക് പോകണമെന്ന് വിചാരിച്ചു. 7:30 ആയിപ്പോയി. 7:30 പോയാൽ മതി, പെട്ടെന്ന് ചാടിക്കറി പോകണമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ 7:30 പോയി വോട്ട് ചെയ്യാൻ നിന്നപ്പോൾ കാണാൻ കുറച്ച് പേരിങ്ങനെ ക്യൂവിൽ നിൽക്കുന്നു. അപ്പോൾ എന്തായാലും സമയം കളയണ്ടെന്ന് വിചാരിച്ച ഞാൻ എൻ്റെ ഇയർഫോണൊക്കെ എടുത്ത് വെച്ച ഞാൻ എൻ്റെ യൂട്യൂബ് ഒന്ന് ഓപ്പൺ ചെയ്തു. ആദ്യം വന്ന് പാസ്റ്റർ സാം വർഗീസിൻ്റെ നിങ്ങളുടെ ഓരോ വിലയേറിയ വോട്ടും ഞാൻ എന്ത് ചെയ്തു? ഓക്കെ, കേട്ടു തുടങ്ങി.
ഇത് ഞാൻ സമയം പോയത് അറിഞ്ഞില്ല, 20 മിനിറ്റ് അങ്ങ് പോയി, ആ ഫ്രണ്ടിലെത്തുകയും ചെയ്തു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അദ്ദേഹം പറഞ്ഞത് ഇന്ന് എനിക്ക് പല പോയിന്റ് കിട്ടി. ഹല്ലേലൂയ, സ്തോത്രം. ജനാധിപത്യം, ഏകാധിപത്യം, ഓക്കെ, ഹല്ലേലൂയ, അതെല്ലാം ദൈവത്തിൻ്റെ ഹിതമാണ്. ബട്ട് വി ദ believers should pray for all in authority. കാരണം now the wicked spirits in the heavenlies are controlling them. ദുഷ്ടാത്മ സേനകളുണ്ടല്ലോ, അവരെ നിയന്ത്രിക്കുന്നത്. ബട്ട് when we pray, നമ്മൾ ദൈവമക്കൾ പ്രാർത്ഥിക്കുമ്പോൾ, ഈ ഒരു ചർച്ച പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നതെന്നല്ല പറയുന്നത്, എല്ലാ ദൈവമക്കളും എല്ലാ ദിവസവും ഒന്നാമതായിട്ട് അത് പ്രാർത്ഥിച്ചാൽ ഭയങ്കര വ്യത്യാസമുണ്ടാകും. ഹല്ലേലൂയ. 2 കരങ്ങളെയൊക്കെ ചലിപ്പിച്ചുകൊണ്ട് പറഞ്ഞത് ദൈവമേ സ്തോത്രം. സോ ഇന്ന് പകൽക്കാലം കേട്ടുകൊള്ളണം. ഹല്ലേലൂയ. ദൈവ പൈതലായിരുന്ന നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം പല അഡീഷൻസും തരും. നിങ്ങൾ പ്രാർത്ഥിക്കാത്തത് പോലും ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ തരുവാൻ പോകുന്നു. കാരണം നിങ്ങൾ ദൈവത്തെ അന്വേഷിക്കുന്ന, ദൈവരാജ്യത്തെ അന്വേഷിക്കുന്നവർ ആകൊണ്ട് ഗോഡ് വാണ്ട്സ് ടു ബ്ലെസ് യു ഇൻ എ സ്പെഷ്യൽ വേ. ഇന്നെന്നെ കേൾക്കുന്ന എല്ലാ വ്യക്തികളും കേട്ടുകൊള്ളണം. You are special. പറഞ്ഞാട്ടെ, ഐ എം സ്പെഷ്യൽ, ഐ എം എ പെക്യൂലിയർ എന്താണ് ട്രഷർ unto God. Hallelujah, glory. You are special. Say I am special, I am special, I am favored, I am highly favored. ഞാൻ ചിലയിടത്തൊക്കെ ഇങ്ങനെ പറയും, ഐ എം ബ്ലെസ്ഡ്, ഐ എം ഹൈലി സക്സസ്ഫുൾ, ഐ എം സക്സസ്ഫുൾ. കേൾക്കുന്നവർ പറയും, ഓ സ്വന്തമായിട്ടങ്ങ് പുകഴ്ത്തുകയാണല്ലേ എന്ന്. സ്വന്തമായിട്ട് പുകഴ്ത്തുകയല്ല, സ്വന്തമായിട്ട് കർത്താവിൽ നമ്മൾ ഹല്ലേലൂയ ഗ്ലോറി ടു ഗോഡ് പുകഴുക അത്രേ ചെയ്യുന്നത്. നമ്മുടെ സഫിഷ്യൻസീസ് ഓഫ് ഗോഡ്, നമ്മുടെ പ്രാപ്തി ദൈവത്തിൻ്റെ ദാനമാകുന്നു. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം 2 കരങ്ങളെയും ഒന്ന് വീശിക്കൊണ്ട് പറഞ്ഞാൽ, എൻ്റെ കർത്താവേ നന്ദി. ഇന്ന് മുതൽ ഞാൻ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കും. ഒന്നാമതായിട്ട് നിങ്ങൾ ഇന്ന് മുതൽ പറഞ്ഞു തുടങ്ങണം, I have an unction from the Holy One and I know all things. അവിടെ ഒരു രണ്ടാമത്തെ ഞാൻ വായിച്ചപ്പോൾ പറഞ്ഞു, no man teach you എന്ന് ചിന്തിക്കേണ്ട. മെസ്സേജുകൾ, ബുക്കുകൾ ഇതെല്ലാം ദൈവം നമുക്ക് തരും. ഹല്ലേലൂയ, അതിലൂടെ നമ്മൾ പഠിക്കും. പക്ഷേ എന്ത് തന്നെയാണെങ്കിലും നിങ്ങൾ എന്തൊക്കെയാണോ പഠിക്കുന്നത് അതെല്ലാം ദൈവം നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരും. ഇന്ന് മുതൽ നിങ്ങളുടെ ക്രിസ്തീയ ജീവിതം ഒരു വെളിപ്പാടിൻ്റെ ജീവിതമായിരിക്കും. ഓക്കെ, എത്ര പേർ പറയുന്നു I will confess that I have an unction from the Holy One. രണ്ടാമത് നിങ്ങളുടെ ഡയറി എടുക്കണം. നിങ്ങൾ പ്രാർത്ഥിക്കാനായിട്ടുള്ള വിഷയങ്ങൾ എഴുതിയിട്ടോളണം. പ്രാർത്ഥിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഒരു വചനം കൂടെ വേണമെങ്കിൽ കോട്ട് ചെയ്തോളണം. പ്രാർത്ഥിക്കുമ്പോൾ ഒരു വചനം കോട്ട് ചെയ്താൽ നല്ലത്. ഹല്ലേലൂയ, ഗ്ലോറി ടു ഗോഡ്. എൻ്റെ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു വചനം ഞാൻ പറയാം. He that is mighty had done to me great things. My God is mighty and God's might will do for me great things. I invoke the might of God for this particular thing. ഈ ഒരു വിഷയത്തിന് വേണ്ടി കർത്താവേ, I invoke your might. വേറൊരു വചനം പറയാം, with the blast of the nostrils the Red Sea parted. With the blast of the nostrils, that's a miracle working power of God. That's a power of God that does the impossible. With the blast of the nostrils, glory to God. നമ്മളിത് പറയുമ്പോൾ ദൈവത്തിൻ്റെ വചനം കോട്ട് ചെയ്യുമ്പോണ്ടല്ലോ, അവിടെ ദൈവശക്തി വ്യാപരിക്കും, അവിടെ ദൈവം പ്രവർത്തിക്കും. ഒരിക്കൽ കൂടെ കരങ്ങളെന്ന് ചലിപ്പിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ടെ. ദൈവത്തിന് സ്തോത്രം. പറയപ്പെട്ട വചനം നിങ്ങളുടെ ജീവിതത്തിൽ ക്രിയ ചെയ്യാൻ പോകുന്നു. ഒരു നിമിഷം കൂടെ കണ്ണുകളെ അടച്ചാട്ടെ. സ്വർഗീയ നല്ല പിതാവേ, ഇന്ന് പകൽക്കാലം holy men of old spoke as they were moved by the Holy Ghost. I spoke as moved by the Holy Ghost. ഇപ്പോൾ എൻ്റെ വചനം നിവർത്തിക്കാൻ ഞാൻ ജാഗരിച്ചു കൊള്ളും അരുളിച്ചത് കർത്താവ്. അങ്ങയുടെ വചനം നിവർത്തിക്കാനായിട്ട് ജാഗരിക്കുന്നതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ. ഒരു ആമേൻ പറഞ്ഞാട്ടെ. ആമേൻ.